വലിയാനവട്ടത്തേക്ക് എത്തിയിരിക്കുകയാണ് തിരുവാഭരണ ഘോഷയാത്ര. ഇനി ചെറിയാനവട്ടം കടന്ന് ശരംകുത്തിയിലേക്ക് എത്തും, നീലിമലയിലെത്തും, നീലിമല കയറി ശരംകുത്തിയിലെത്തും. ഒരു ഭയങ്കര യാത്ര തന്നെയാണ് അല്ലേ? ഒരു 83 കിലോമീറ്റർ യാത്ര. അത് കുറച്ച് ഭാഗം റോഡ്, ബാക്കി ഭാഗം പരമ്പരാഗത പാത, കാട്. അങ്ങനെയുള്ള ആ പാതയിലൂടെ ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ആ ഒരു 3 പേടകവുമായി വരുന്നു എന്ന് പറയുമ്പോൾ വലിയ സുരക്ഷയുണ്ട്. പോലീസിന്റെ വലിയ സുരക്ഷ, ആയുധമേന്തിയ പോലീസിന്റെ കാവലുണ്ട്. അതെ, നേരത്തെ ഇപ്പോഴത്തെ പത്തനംതിട്ട SP അടക്കമുള്ള ആൾക്കാർ നേരത്തെ തിരുവാഭരണ ഘോഷയാത്രയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടൊക്കെ ഇരുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. ഈ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവർ ഇവിടേക്ക് ഈ നടപ്പത്തിലേക്ക് വരുമ്പോൾ തുള്ളി ഉറഞ്ഞാടി വരികയാണ്. ഇപ്പോൾ ഉച്ചപൂജയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുക. ഉച്ചപൂജയ്ക്ക് വേണ്ടി കലശപൂജയാണ്. മേൽശാന്തിയും തന്ത്രിയും ആണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ഉച്ചപൂജയുടെ ഭാഗമായിട്ട് വരുന്നത്. ഉച്ചപൂജയ്ക്ക് ക്ഷേത്ര ശ്രീകോവിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കടന്നു പോകുന്ന തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ ചടങ്ങുകൾ ഓരോന്നോരോന്നായിട്ട് നടക്കുകയാണ്. ഈ ഉച്ചപൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. 18-ാം പടിയിൽ ഒരു ചെറിയ പൂജയുണ്ട്. അതിനുശേഷം തന്ത്രിയും മേൽശാന്തിയും ക്ഷേത്ര ശ്രീകോവിലേക്ക് പോകും. അതുവരെ ഭക്തർക്ക് പ്രവേശനമില്ല. പ്രവേശനമുണ്ട്, ദർശനമില്ല. ഫ്ലൈ ഓവറിലുള്ള അയ്യപ്പ ഭക്തർ, അങ്ങനെ ഫ്ലൈ ഓവർ നിറഞ്ഞു കവിഞ്ഞ് അയ്യപ്പ ഭക്തർ ഇല്ല. ഏകദേശം എല്ലാ അയ്യപ്പ ഭക്തരെയും 18 എടുത്തിട്ടുള്ള അയ്യപ്പ ഭക്തരെ ഏകദേശം എല്ലാവരും ഫ്ലൈ ഓവർ കയറ്റി. ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്നത് ഉച്ചപൂജയ്ക്ക് മുമ്പായി ഈ കലശം കഴിഞ്ഞ് തന്ത്രിയും മേൽശാന്തിയും നേരെ ശ്രീകോവിലിനുള്ളിലേക്ക് കയറും, തിരുനടയിലേക്ക് കയറും. ആ സമയത്ത് ഇവിടെ നിൽക്കുന്ന ഫ്ലൈ ഓവറിൽ നിൽക്കുന്ന അയ്യപ്പന്മാരെയൊക്കെ തന്നെ നേരെ കയറ്റി അവരുടെ ദർശനം സാധ്യമാക്കാം. പിന്നീട് ഈ പാസ് മൂലം ഉള്ള ആൾക്കാർക്ക്, മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആൾക്കാർക്കായിരിക്കും ഇനി ഇവിടെ പ്രവേശനം ഉണ്ടാകുക. അതിനുശേഷം ദീപാരാധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും പല സ്ഥലങ്ങളിൽ കാത്തിരിക്കുന്ന അയ്യപ്പന്മാരെ ഈ സോപാനത്തേക്ക് കടത്തിവിടുക. അവരൊക്കെ തന്നെ കാത്തിരിപ്പിൽ തന്നെയാണ്. നമ്മൾ കാത്തിരിക്കുന്ന പോലെ തന്നെ അവരെല്ലാം കാത്തിരിപ്പിലാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കണ്ണുകളും ആ പൊന്നമ്പലമേട്ടിലേക്കാണ്. അവർക്ക് എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തിരുവാഭരണ ഘോഷയാത്രയുടെയും തിരുവാഭരണത്തിന്റെയും കഥകളാണ്. തിരുവാഭരണം സൂക്ഷിക്കുന്നത് പന്തളത്ത് വലിയ കോയിക്കൽ കൊട്ടാരത്തിന്റെ സമീപത്തുള്ള സ്വാമ്പിക്കൽ കൊട്ടാരത്തിലാണ്. മണ്ഡലകാലം ആരംഭിക്കുന്ന സമയത്ത് തന്നെ അവിടെ തിരുവാഭരണം കാണാനുള്ള, തിരുവാഭരണം ഒരു ദർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. പക്ഷേ അതിനുശേഷം സന്നിധാനത്തേക്ക് പോകുന്നത് 3 ദിവസം മുമ്പാണ് സന്നിധാനത്തേക്കുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത്. കാടും മലയും താണ്ടി റോഡും താണ്ടിയൊക്കെ ഘോഷയാത്ര ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ വലിയ തറപ്പത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് കോമരങ്ങൾ തുള്ളി ഉറഞ്ഞാടി അവരിലേക്ക് ഏതോ ഒരു ശക്തി ആവാഹിക്കുന്ന പോലെയാണ്. പിന്നെ അതിലൊക്കെ തന്നെ നിൽക്കുന്ന ആൾക്കാർ ശരണവിളിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെയൊക്കെ മനസ്സുപോലും മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ തിരുവാഭരണ പേടകങ്ങളിലൊന്ന് തൊട്ടുതൊഴാൻ വേണ്ടി നിൽക്കുന്ന അയ്യപ്പന്മാരെ നമ്മൾ പലകുറി കണ്ടതാണ്. കണ്ണ് നിറഞ്ഞുകൊണ്ട്, നേരത്തെ ജയറാം സൂചിപ്പിച്ചതുപോലെ കണ്ണ് നിറയാതെ അയ്യപ്പനെ കാണാൻ സാധിക്കില്ല എന്നുള്ളത്. അത് സന്നിധാനത്ത് മാത്രമല്ല, ഈ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന ഈ വഴിത്താരകളിൽ എല്ലാം ഇത് ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇടവേള വിശ്രമമുണ്ട്. അതല്ലാതെ വൈകുന്നേരത്തെ വിശ്രമം ചില ക്ഷേത്രങ്ങളിലുമൊക്കെയാണ്. അപ്പോൾ ഇത് കടന്നു വരുന്ന പരമ്പരാഗത പാത ഒരേ സ്ഥലത്തൂടാണ് കടന്നു വരുന്നത് എല്ലാ വർഷവും. അപ്പോൾ ആ ഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങളൊക്കെ റോഡിലും വീടുകളുടെ മുന്നിലും ഒക്കെ നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ച് ഈ തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കാനും ആ പേടകങ്ങളിലൊന്ന് തൊട്ട് അനുഗ്രഹം തേടാനും ഒക്കെ ആയിട്ട് കാത്തു നിൽക്കും. പണ്ട് ഞാൻ പഠിച്ചത് പന്തളം NSS കോളേജിലാണ്. അപ്പോൾ ആ സമയത്ത് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ തുടക്കവും അതിൻ്റെ 2-3 ദിവസങ്ങളുണ്ടല്ലോ. പന്തളത്ത് നിന്ന് ഘോഷയാത്ര പുറപ്പെടുന്നതിന് 2-3 ദിവസം വലിയ ആഘോഷമാണ് പന്തളം കേന്ദ്രീകരിച്ച്. ഒരുപാട് അയ്യപ്പന്മാർ, ഈ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള അയ്യപ്പന്മാർ വരും. പിന്നെ ഞങ്ങൾ കോളേജിലെ കുട്ടികളാണ് അന്ന് അവിടെ വോളണ്ടിയർമാരായിട്ട് ഇറങ്ങുന്നത്. ഈ ഭക്തർക്ക് മോരും വെള്ളവും ഒക്കെ വിതരണം ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം എനിക്കുണ്ട് ഈ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട്. തിരുവാഭരണ ഘോഷയാത്രയായിട്ട് പറഞ്ഞു, ഈ തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കണ്ടതിൽ അനുഭവം കൂടെ ഒന്ന് പങ്കുവയ്ക്കാം. അതെ, അത് ഒരു ഭക്തനെ സംബന്ധിച്ച് വലിയ സായുജ്യം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പസ്വാമി. നേരത്തെ കണ്ണൻ സൂചിപ്പിച്ചതുപോലെ അതൊരു വാഗ്ദാന പാലനമാണ്. ഒരു അച്ഛൻ മകന് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു മകൻ അച്ഛന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനത്തിന്റെ പാലനം കൂടിയാണ്. അതായത് വീരയോദ്ധാവായ മണികണ്ഠൻ സന്യാസി രൂപത്തിൽ ഇവിടെ തപസ്സനുഷ്ഠിക്കുന്ന ഭാവത്തിലാണ് ശബരിമല വാഴുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഒരു രൂപത്തിലേക്ക്, ആ ഒരു ജീവിതശൈലിയിലേക്ക് അയ്യപ്പസ്വാമി പോകുമ്പോൾ പന്തളം രാജാവ് ഒരു അനുഗ്രഹം ചോദിച്ചിരുന്നു. എപ്പോഴെങ്കിലും വർഷത്തിലൊരിക്കൽ
അങ്ങേ ആ വീരമണികണ്ഠരായി എനിക്ക് കാണാനുള്ളൊരു അവസരം തരണം. അപ്പോൾ അത് ഒരു തവണ ഈ മകരവിളക്ക് ദിവസം, അതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം. ആ ദിവസം അച്ഛൻ വന്നാൽ മതി. ആ ദിവസം എന്നെ സർവാഭരണ വിഭൂഷിതനായി മണികണ്ഠനായി വീരമണികണ്ഠനായി യോദ്ധാവായി കാണാമെന്ന് ഒരു വാക്ക് കൊടുത്തിരുന്നു. ആ വാക്കിന്റെ നമുക്കൊരു ഈ അശ്വതി ചോദിച്ച പോലെ ഒരു ചോദ്യം, ഇപ്പം പല കാഴ്ചകളും കണ്ടാൽ നമ്മൾ കണ്ണിലുടക്കി നിൽക്കും. പലപ്പോഴും ഞാൻ അയ്യപ്പ ദർശനം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ രൂപം എൻ്റെ കണ്ണിലൊടുക്കാം ഓർക്കാൻ സാധിക്കില്ല. പലവണ കാണണം, ഒന്നുകൂടെ കാണണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതൊരു പ്രത്യേകത, അത് എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്. അത് കാണാൻ അയ്യപ്പസ്വാമി ഇവിടുന്ന് കണ്ട് നമ്മൾ വിചാരിക്കും ഇനി മറക്കരുത് ഈ രൂപം, ഈ രൂപം മറക്കരുതെന്ന് മനസ്സിൽ ഓർത്തു പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു അത്, എങ്ങനെയാണ് അയ്യപ്പസ്വാമിയുടെ മുഖം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ അങ്ങ് മറന്നു പോകുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ തിരിച്ച് വീണ്ടും വരാനുള്ള ഒരു പ്രചോദനമായിരിക്കും. അതിന്റെ ഒരു